വിളയിൽ ടെലിഫോൺ ലൈനിലുണ്ട്. അൽവിളയിൽ ഇവിടെ തന്ത്രിമാരുടെ മൊഴികൾ രേഖപ്പെടുത്തി വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലെടുത്തിരിക്കുക തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് അനുമതി നൽകിയിട്ടുണ്ട്, പക്ഷേ അത് ദേവസ്വം ബോർഡ് ആവശ്യപ്രകാരം അനുമതി നൽകി. അത് ഈ സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് വീണ്ടും കുറ്റം ചാർത്തപ്പെടുകയാണ് കൂടുതലായി. കുറ്റം ചാർത്തപ്പെടുകയല്ല, ദേവസ്വം ബോർഡ് കുറ്റം ചെയ്തു തന്നെയാണല്ലോ. ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ട് സന്നിധാനവുമായി ബന്ധപ്പെട്ട ദൈവികമായ പരിവേഷമുള്ള സാധന സാമഗ്രികളുടെ നിർമ്മാണവും മെയിൻ്റനൻസും ഒക്കെ ആ ദേവസന്നിധിയിൽ വെച്ച് നടത്തണമെന്ന് ദേവസ്വം മാനുവലിൽ കൃത്യമായി പറയുന്നുണ്ട്. മഹേഷ് മോഹനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുവാദം നൽകി. അതിനുശേഷം അതിന്റെ പരിസരത്ത് വെച്ചാണോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കേണ്ട കാര്യമില്ല എന്ന അദ്ദേഹത്തിന്റെ വാദം ഒരു പരിധി വരെ അംഗീകരിക്കാം. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച തന്നെയാണ് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനിടയായ സാഹചര്യം. ആ ചെന്നൈയിലേക്ക് മഹേഷ് മോഹനയുടെ നിന്ന് അവർ അനുവാദം മേടിച്ചത് തന്നെ ഇത് ചെന്നൈയിലേക്ക് കടത്തി ഈ കൊള്ള നടത്തുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ദേവസ്വം ബോർഡിൽ ഇരുന്ന രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഈ വിഷയത്തിൽ ചില ആളുകളെ മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കള്ളത്തരം പിടിക്കുന്നതിലൊക്കെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണല്ലോ ഈ തന്ത്രിമാർക്കും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അറിയാം. അതായത് ഈ പറഞ്ഞ പോറ്റിയെ അറിയാം, ഗോവർദ്ധനെ അറിയാം. നമുക്കറിയാം ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ നിന്നാണ് നേരത്തെ 9 മുതൽ കിട്ടിയത്. അപ്പോൾ ഇവരുടെയൊക്കെ കുരുക്കിൽ ഈ തന്ത്രിമാരും വീണു എന്ന് തെളിയുകയാണല്ലോ. തീർച്ചയായിട്ടും ഇതൊരു വളരെ ആസൂത്രിതമായ നടപ്പാക്കിയ ഒരു കൊള്ള തന്നെയാണിത്. ഇവരെയൊക്കെ ഒരു പരിധി വരെ ചിലപ്പോൾ അതിൽ ചാടിച്ചതായിരിക്കാം. ഈ തന്ത്രിമാരിലെ ചിലർ അതിനകത്ത് മനഃപൂർവ്വം ചാടിയതുമായിരിക്കാം. എല്ലാവരെയും നമുക്ക് അങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന പോലെ പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഇതൊരു വൻ ഗൂഢാലോചന. ഇത് മന്ത്രിയിൽ തുടങ്ങി താഴോട്ട് അവിടുത്തെ കീഴ്ശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റി വരെയുള്ളവരുടെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. വെറും ഒരു സ്വർണം പൂശലിന്റെ മറവിൽ കോടി രൂപ ഉണ്ടാക്കുക എന്നുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നിരിക്കുന്നതാണ് ഈ ശബരിമലയിലെ കൊള്ള സൂചിപ്പിക്കുന്നത്. ഇതിനകത്ത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയുള്ളത്, ഇതിലെ പഞ്ചവത്സര പദ്ധതി പോലെയാണ് ഇതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് എത്താൻ മാസങ്ങളും ആഴ്ചകളും എടുക്കുമ്പോൾ തന്നെ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് ഒരു മൂവ്മെന്റ് ഇല്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ കഴിയണമായിരിക്കും. അതുതന്നെയാണ് ഞാൻ പറയാൻ വന്നത്. രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യവുമുണ്ട്. പോലീസിനെ ഒരു പരിധി വരെ ചെറിയ ചെറിയ വിലങ്ങുകൾ അവരെയും വെച്ചിട്ടുണ്ട്. കാരണം ഇലക്ഷൻ വരത്തേക്കും ഇത് വലിയ അന്വേഷണം രാഷ്ട്രീയക്കാരിലേക്ക് ചെല്ലരുത്. കടകംപള്ളി സുരേന്ദ്രൻ പോലെയുള്ള മുതിർന്ന രാഷ്ട്രീയക്കാരിലേക്ക് അന്വേഷണം ചെല്ലുകയാണെങ്കിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് വളരെ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം അന്വേഷണ ടീമിന്റെ ഹെഡായിട്ടുള്ള വെങ്കടേഷിനെ മുഖ്യമന്ത്രിയും DGPയും ഒക്കെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് ചിലപ്പോൾ ഇതിനുവേണ്ടി ആയിരുന്നുകൂടാഴിക പറയാനൊക്കില്ല. അതുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള മതിയായ അവസരം എല്ലാ കള്ളന്മാർക്കും ദേവസ്വം ബോർഡിനും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഈ മന്ത്രിമാരിലേക്ക് അല്ലെങ്കിൽ മന്ത്രിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ തന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നത് അവരുടെ മൊഴിയെടുക്കുന്നതൊക്കെ ഈ വിഷയത്തെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നുണ്ടോ അൽവിളയിൽ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ഇതിന്റെ പ്രധാന ആസൂത്രകൻ എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ്. അദ്ദേഹം അറിയാതെ ഇത്തരത്തിലുള്ളൊരു വൻ കൊള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ ഒരു പത്മകുമാറിനോ ചെയ്യാൻ സാധിക്കില്ല. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുന്നതിന് മുമ്പുള്ള നടപടിയാണ് എന്ന് സാമാന്യ ജനത്തിനെ ബോധ്യപ്പെടുത്താൻ SIT ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണമല്ല ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരള സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്തർ സംസ്ഥാന ബന്ധം, അന്താരാഷ്ട്ര ബന്ധം പോലും ഹൈക്കോടതി സംശയിച്ച സാഹചര്യത്തിൽ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് യഥാർത്ഥ കുറ്റവാളികൾക്ക് നാളെ രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനകത്തുള്ള എല്ലാ പ്രതികളും ഏകദേശം പ്രായമുള്ള വ്യക്തികളാണ്. റിട്ടയർ ചെയ്തവരും 10, 60, 65 വയസ്സിന് മുകളിലുള്ളവരും ഒക്കെ തന്നെയാണ്. ഇങ്ങനെ അന്വേഷണം ഇഴയുകയും വീണ്ടും വിചാരണ ഇഴയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രധാനമായി ആവശ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉടൻ തന്നെ ഒരു പ്രത്യേക കോടതി, നമുക്കറിയാമല്ലോ പല സാഹചര്യങ്ങളിലും സൂര്യനെല്ലി കേസിന് വേണ്ടി കോടതി, മാറാടിന് വേണ്ടി കോടതി സ്ഥാപിച്ചതുപോലെ തന്നെ ഈ ശബരിമലയുടെ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ കോടതി ഉടനടി SIT രൂപീകരിച്ചതുപോലെ തന്നെ ഒരു പ്രത്യേക കോടതി ശബരിമല കൊള്ളയ്ക്ക് വേണ്ടിയുള്ള
വിചാരണ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോടതി സ്ഥാപിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതിന്റെ വിചാരണ കൂടി ആരംഭിച്ചില്ല എങ്കിൽ ഇവര് ജാമ്യത്തിലിറങ്ങുകയും അന്വേഷണം ഇഴയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിന് അന്തമില്ലാത്ത രീതിയിൽ ഈ അന്വേഷണം പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും. ശരി, ശ്രീ ആർ വി ബാബു കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആർ വി ബാബു, ഇവിടെ തന്ത്രിയുടെ മൊഴിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് അനുമതി നൽകിയിരുന്നു ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ, പക്ഷേ ദേവസ്വം ബോർഡ് അത് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ സന്നിധാനത്ത് വെച്ച് തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുമതി നൽകിയത് എന്നാണ്. അത് ലംഘിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അതിൻ്റെയൊക്കെ പരിണതഫലമാണല്ലോ ഈ കേസ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന മൊഴികൾ തന്ത്രിയിലേക്കൊക്കെ അന്വേഷണം എത്തുമ്പോൾ അവർക്കും ചില വീഴ്ചകൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണ്ടേ? തന്ത്രിമാരുടെ ഇപ്പോ മൊഴിയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ SIT ആ മൊഴി വിശകലനം ചെയ്യുകയും അതിൽ അവർ കുറ്റക്കാരാണ് എന്ന് SITക്ക് തോന്നുന്ന പക്ഷം അതിൽ നടപടിയെടുക്കുന്നതിൽ ആർക്കും തടസ്സമൊന്നുമില്ല. തന്ത്രിമാരുടെ പങ്കിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല. ഏതായാലും തന്ത്രിമാരെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സ്പഷ്ടമാണ്. അത് ദേവസ്വം ബോർഡിന്റെ ആവശ്യത്തിനനുസരിച്ച് തന്ത്രിമാരെടുത്ത നിലപാട് മാത്രമാണോ, അതോ ഇതിന്റെ നേട്ടം, ഈ കൊണ്ടുപോയതിന്റെ നേട്ടം അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ബെനിഫിഷ്യറി ആണോ തന്ത്രിമാർ എന്നുള്ളതിനെ സംബന്ധിച്ചും ഈ ഗൂഢാലോചനയിൽ തന്ത്രിമാർക്ക് പങ്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും തെളിയിക്കപ്പെടണം. അങ്ങനെ തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരും കുറ്റക്കാരാണ്. ഒരു കുറ്റവാളി എന്നുള്ള നിലയ്ക്ക് തന്നെ അവരെ കൈകാര്യം ചെയ്യുന്നതിൽ ആർക്കും ഒരു തടസ്സമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണോ തന്ത്രിമാർക്കെതിരെ തിരിയുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ബോർഡ് മെമ്പർമാർ രണ്ടുപേരുണ്ട്. പത്മകുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന് ബോർഡ് മെമ്പർമാർ പറയുമ്പോൾ അതങ്ങനെ നമുക്ക് വിശ്വാസം എടുക്കാൻ കഴിയുമോ? അല്ല, ഈ ബോർഡ് മെമ്പർമാർക്കെതിരെയും മൊഴിയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനുശേഷം ഈ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നെ കാര്യമായ ഒരു പുരോഗതി ഇല്ല ഈ അന്വേഷണത്തിലൊന്നും. അന്വേഷണത്തിലില്ല. പ്രശാന്തിന്റെ പങ്ക് ഈ കാര്യത്തിൽ, രണ്ടാമത് ഈ കാര്യം പാളി കൊണ്ടുപോകുമ്പോൾ ഈ പഴയ പാളി മങ്ങിയത് എങ്ങനെയാണ്? 40 വർഷത്തെ വാറണ്ടിയുള്ള പാളിയാണ്, സ്വർണ്ണ ഈ ചെമ്പാണ് ഈ പൂശിയിരിക്കുന്നത്. അത് ഈ 4 വർഷം കൊണ്ട് ചെമ്പ് തെളിയുമെന്നുണ്ടെങ്കിൽ അവിടെ സ്വർണം പൂശിയതിൽ തട്ടിപ്പ് കാണിച്ചു എന്നാണ്. ആ തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടിയാണോ 4 വർഷം പൂർത്തിയായപ്പോഴേക്കും ഈ സ്പെഷ്യൽ കമ്മീഷണർ പോലും അറിയാതെ ഇത് കൊടുത്തുവിട്ടത്? അതും പ്രമേസിൽ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത്, മാനുവൽ ലംഘിച്ച് അതായത് നിയമം ലംഘിച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് വിട്ടത് പ്രശാന്താണ്. അപ്പൊ പ്രശാന്തിന്റെ തീരുമാനത്തില് പ്രശാന്തിന് ഇതിനകത്ത് ഒരു ഭാഗമല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പൊ പ്രശാന്തിനെ ചോദ്യം ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാത്തത്? അപ്പോ ഇതെല്ലാം ഞാൻ പറയുന്നത് ആ കാര്യത്തിൽ 10 പേര്, കോടതി തന്നെ 10 പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കോടതി വിധിയിൽ. അതുകൂടാതെ പ്രശാന്ത് ഉൾപ്പെടെ ഇതിന്റെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ വരേണ്ടതാണ്. അപ്പോ പ്രശാന്തിനെ ചോദ്യം ചെയ്യണം. ഇതെല്ലാം അന്വേഷണം ഇപ്പോ പക്ഷേ ഒരു മന്ദീഭവിച്ച അവസ്ഥയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം കേവലം മൊഴിയെടുക്കലും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടായിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്കും ഒരു ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കും നമുക്ക് ഈ അന്വേഷണത്തിന്റെ ഗതി ഇത്തരത്തിൽ മന്ദീഭവിച്ചിട്ടുള്ളത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ശരി, നന്ദി ശ്രീ ആർ വി ബാബു. സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ ഇതിനകത്ത് ഈ തന്ത്രിയുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോറ്റിയുമായും മറ്റു സ്പോൺസർമാരുമായും പരിചയമുണ്ട്, അവരൊക്കെ വിളിച്ച പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വിശദമായ അന്വേഷണം SITയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയങ്ങളിൽ തന്ത്രിമാരുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് വേണ്ടിവരുമെന്ന് തന്നെയാണ്. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രധാനമായ ഒരു പദവിയാണ് തന്ത്രി കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡുമായി ചേർന്ന് നിൽക്കുന്ന പദവിയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ഈ വിശ്വസനീയമാണ് ഈ മൊഴിയെല്ലാം എന്ന് കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ബെല്ലാരിയിലുള്ള ജ്വല്ലറിയിലേക്കാണ് ഇയാൾ പോയിട്ടുള്ളത്.